ആട്ടോ എങ്ങോട്ടാ? ഏതെങ്കിലും ഒരു ലോഡ്ജിൽ പോകണം. ഏതെങ്കിലും ഒരു ലോഡ്ജിൽ? അതെ. ആ കയറണം. ചാർജ് എന്തായി? 2 രൂപ. എനിക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. ഈ പട്ടണം വലിയ പരിചയമില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ കൂടി ഓട്ടോറിക്ഷ വരാം. അതിനെന്താ, വരാമല്ലോ. എന്താ പേര്? കരുണാകരൻ. ഞാനിവിടെ റൂം എടുത്ത് കുളിച്ച് റെഡിയാകാം. കരുണാകരൻ ഇവിടെ വന്നേച്ചാൽ മതി. ശരി. ഇവിടെ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. കൊള്ളാം, നല്ല ആലോചനയാണ്. പക്ഷെ എന്ത് ജോലി? ഞാനിവിടെ ഒരു ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യാം. കരുണാകരനെ ഒന്ന് സഹായിച്ചാൽ മതി. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അനുജത്തിയെ കണ്ടുപിടിക്കാൻ അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ടല്ലോ. എന്താ? ഓട്ടോ ഡ്രൈവിംഗ് എനിക്കറിയാം. എങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആദ്യമായി യൂണിയൻ ഓഫീസ് വരെ ഒന്ന് പോവാം. ശരി. ഒരു തീപ്പെട്ടി താൻ. തീപ്പെട്ടി ഇല്ലല്ലോ. നിങ്ങൾ ആരാ? എന്റെ പേര് വാസു. ഓ, പുതുമുഖമാണല്ലേ? അല്ല, പഴയ മുഖം തന്നെ. ഒരു മാറ്റവുമില്ല. അല്ല അല്ല, ബിൽക്കുൽ നഹി, ഇത് പുതുമുഖം തന്നെ. രാഘവ, സീത, കർണാട, ഓടിവാ, ജൽദി ജൽദി. എന്താ കാര്യം? ആരാ ആരാ നിൽക്കുന്നത്? കോൻ ഹേ? കണ്ണപ്പച്ചയുടെ മുഖത്ത് കണ്ണില്ലേ? നമ്മളെ പോലെ ഒരു ഓട്ടോ ഡ്രൈവറാ. നമ്മളെപ്പോലെ ഓട്ടോ ഡ്രൈവറോ? എങ്ങനെ ഡ്രൈവറായി? എപ്പോൾ ഡ്രൈവറായി? എവിടുന്ന് വന്നു? കൈസാ കിട്ടി ഓട്ടോ? യൂണിയനിൽ ചേർന്നോ? എപ്പോ ചേർന്നു? കോൺ ചേർത്തി? പോണോ? ജൽദി പോണോ? താനാരാ ഇതെല്ലാം ചോദിക്കാൻ? എന്നോടാണോ? എന്നോടോ ചോദിച്ചത്? അതെ, തന്നോട് തന്നെ. വേണ്ടായിരുന്നു കർണാര, ആ ചോദ്യം എന്നോട് ലഹിച്ചായി. എന്നാ കേട്ടോ, വാസു എന്റെ ഒരു കൂട്ടുകാരനാണ്. ഓട്ടോ സ്വന്തമായിട്ട് വാങ്ങിയതുമാണ്. എങ്കിലും ഒരു ഡ്രൈവർ തന്നെയാണ്, മുതലാളിയല്ല. യൂണിയനിൽ ചേർന്ന ശേഷമാണ് ഇവിടെ ജോലിക്ക് വന്നത്. ഞാനാണ് യൂണിയനിൽ ചേർത്തത്. എന്താ പോരെ? വാസു എന്റെ പൊന്നിഷ്ട, ഞാനേ പെട്ടെന്ന് ചൂടായിപ്പോയി. അറിയാതെ എന്തോ ഹിന്ദുസ്ഥാനിൽ പുലമ്പിപ്പോയി. 14 കൊല്ലം ഞാൻ ബോംബെയിൽ ചോറി ബസാറിലായി. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹിന്ദുസ്ഥാനി വരുന്നത്. കൊള്ളാം. ബോംബെയിൽ നിന്നും ഞാൻ ധരന്തലയ്ക്ക് പോയി. ധരന്തലയിൽ നിന്നും ഞാൻ ഹൗറയ്ക്ക് വന്നു. ഹൗറയിൽ നിന്നും ഞാൻ മതി മതി മതി. എന്ത് വേണം? ലക്ഷ്മി എന്നു പേരുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി? ഇല്ല. നമസ്തേ. നിങ്ങൾ എന്താ എത്ര വൈകിയത്? ബസ് കിട്ടിയില്ല, നടക്കേണ്ടി വന്നു. വഴിയിൽ വെച്ചൊരു ഓട്ടോ കിട്ടി. ആട്ടോയ്ക്ക് കാശ് കൊടുത്തു? ഇല്ല. ഞാൻ തരാം. എത്രയാ ചാർജ്? 3 രൂപ. എന്താ നോക്കുന്നത്? ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്? നൃത്തം പഠിപ്പിക്കുകയാണ്. ഒരു ടീച്ചറേ ഉള്ളൂ? അതെ, ഞാൻ മാത്രം. എന്താ? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പറ്റേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നെ ഈ യൂണിയന്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിന് എനിക്ക് നിങ്ങളോട് ഹൃദയംഗമമായ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്.
ആട്ടോറിക്ഷ തൊഴിലാളികളായ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നതും അത് പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതുമാണ്. നിങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ യൂണിയന്റെ ഭദ്രതയ്ക്കും ശ്രേയസിനും വേണ്ടി പ്രവർത്തിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രമേയം അവതരിപ്പിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ സജീവമായി പങ്കെടുക്കണമെന്നും ഓരോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അലങ്കരിച്ച ഓട്ടോകളുമായി ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും യോഗം തീരുമാനിക്കുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഏവരെയും ഓണാഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഹാർദവുമായി അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്തുള്ള കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും ടോക്കൺ വാങ്ങി ആദ്യമായി തിരിച്ചെത്തുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഒന്നാം സമ്മാനമായ കപ്പ് ലഭിക്കുന്നതാണ്. സമയമായി എല്ലാവരും ആട്ടോകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇന്നിവിടെ നടന്ന മത്സരത്തിൽ വിജയിയായ ശ്രീ വാസുവിനെ ഓണാഘോഷ കമ്മിറ്റിയുടെ വകയായി ഈ കപ്പ് ഞാൻ സമ്മാനിച്ചുകൊള്ളുന്നു.